അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ, അലിയാർ ഖാസിമി എന്നറിയപ്പെടുന്ന ആ വ്യക്തിയുടെ ഒരു സംസാരം കേൾക്കുവാനിടയായി. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും സാധിച്ചു. തെക്കൻ കേരളത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരെ ഫാസിസ്റ്റുകളൊക്കെ ഉയർത്തിവിടാറുള്ള പല വിധത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുന്നതിൽ പലപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഈ ഉള്ളവനും പലപ്പോഴും ശ്രവിക്കാറുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ സംസാരങ്ങളുമാണ്. എന്നാൽ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ അദ്ദേഹം ശരിയാം വിധത്തിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിന് തെളിവായിട്ടാണ് അദ്ദേഹത്തോട് വളരെ ആദരപൂർവം തന്നെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. താങ്കൾ അതിൽ പരാമർശിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ താങ്കൾ തെറ്റിദ്ധരിച്ചതാണ് എന്നതാണ് ഒന്നാമതായി സൂചിപ്പിക്കുവാനുള്ളത്. അതായത്, താങ്കളുടെ സംസാരത്തിൽ താങ്കൾ പറയുന്നുണ്ട്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുവാൻ വേണ്ടി ഇതേപോലെയുള്ള സദസ്സുകളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടോ? അതിൻ്റെയൊക്കെ കാര്യം എന്താണ്? പ്രവാചക സ്നേഹം നമ്മൾ ഉള്ളിൽ വെച്ചാൽ പോരെ? പ്രവാചകനെ പിന്തുടർന്ന് ജീവിച്ചാൽ പോരെ? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചില യോഗങ്ങളെയും അതുപോലെ തന്നെ പ്രോഗ്രാമുകളെയും ഒക്കെ പലരും വിമർശിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം? ഇതുപോലെയുള്ള യോഗങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് വല്ല പ്രയോജനവും കിട്ടുമോ എന്നൊക്കെ ചിലരൊക്കെ സംശയിച്ചേക്കാം. യാതൊരു സംശയവും വേണ്ട, ഇതൊക്കെ വലിയ പുണ്യകാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായിട്ട് പറയുന്ന കാര്യമാണ് നാം ഇവിടെ വിശകലന വിധേയമാക്കുന്നത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങൾക്ക് ശ്രവിക്കാം. മഹാനായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ സംശയം പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ വേണോ? ഇതിന്റെ ഒന്നും കാര്യമില്ലല്ലോ. നബിയെ നമുക്ക് സ്നേഹിച്ചാൽ പോരെ? നബിയെ നമ്മൾ പിൻപറ്റിയാൽ പോരെ? സ്നേഹം ഉള്ളിലുണ്ടായേച്ചാൽ പോരെ? നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പാടാനുണ്ടോ, പറയാനുണ്ടോ? അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ഈ ഇരിക്കുകയും പുണ്യ റസൂലിൻ്റെ ഓർമ്മകളിലായിരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി ഇങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളിമുറ്റത്ത് ഈ നമസ്കാരാനന്തരം നമ്മൾ ഇങ്ങനെ വലിയ എന്തോ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഇരിപ്പിന് വല്ല പുണ്യവും കിട്ടുമോ? നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കിട്ടുമോ? എന്നെ കിട്ടും കേട്ടോ, ഇല്ലെന്നൊന്നും പറയണേ, പിള്ളേര് പ്രതികരിക്കുന്നതല്ല, കിട്ടും ഇൻഷാ അല്ലാഹ്, നമുക്ക് കിട്ടും. അതിനൊരു തെളിവ് ഞാൻ പറയുകയാണ്. അബൂലഹബ് സുവൈബയെ വിമോചിപ്പിച്ചു. അന്ന് അള്ളാന്റെ റസൂല് ജനിച്ച ദിവസം, അന്ന് റസൂലാണ് എന്ന് ലോകം അറിഞ്ഞിട്ടില്ല. ഭാവിയിൽ ഒരു നബിയാകാൻ പോകുന്ന കുഞ്ഞാണ് എന്നും അബൂലഹബിനെന്നറിയില്ല. അങ്ങനത്തെ ഒരു വ്യക്തി തൻ്റെ ഒരനുജന്റെ മോനാണ്, തൻ്റെ ഒരു ബന്ധുവാണ് എന്ന് മാത്രമുള്ള ഒരു ഓർമ്മയിൽ ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ പേരിൽ ഈ അബൂലഹബ് സന്തോഷിക്കുകയും ആ സന്തോഷത്തിന്റെ പേരിൽ ആ സന്തോഷം സുവിശേഷം തനിക്ക് കൈമാറിയ സുവൈബ എന്ന് പറയുന്ന തൻ്റെ അടിമ പെണ്ണിന് മോചനം നൽകുകയും ചെയ്തു അബൂലഹബ്. ഓർത്തു നോക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ മൂല്യം. അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ?
അബൂലഹബിന്റെ ഒരു വിരലിലൂടെ ഒരു വിരൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇതിലൂടെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഞാൻ ഇതിലൂടെ നല്ല തണുത്ത സ്വർഗീയമായ ജലം പാനം ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട്. അബൂലഹബിന് നല്ല തണുത്ത വെള്ളം തന്റെ വിരൽ തുമ്പിലൂടെ നരകത്തിൽ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന്. അതല്ലാതെ ഒരു സന്തോഷവും മരിച്ചതിന് ശേഷം എനിക്കുണ്ടായിട്ടില്ല. നോക്കണേ, നരകശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അബൂലഹബിൻ അല്ലാഹു തആല പുണ്യ റസൂൽ പിറന്ന തിങ്കളാഴ്ച ദിവസത്തിൽ അവന്റെ കൈവെള്ളയിലൂടെ നല്ല തണുത്ത ജലം ഊറി വന്നുകൊണ്ട് കുടിച്ച് ആനന്ദിക്കാൻ, ആശ്വസിക്കാൻ അള്ളാഹു അവസരം തരുന്നു എന്ന് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ ഗുണഫലങ്ങളെ കുറിച്ച് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാമെങ്കിൽ നിസ്സാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള എല്ലാ സന്തോഷവും സമ്മാനം കിട്ടുന്ന കാര്യമാണ്. ഒക്കെ അല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഈ സംസാരത്തിലൂടെ അദ്ദേഹം ഇപ്പോൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹം പ്രകടിപ്പിക്കുക, അവിടുന്ന് ഈ ലോകത്തേക്ക് വന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതിനൊക്കെ ഇവിടെ ആരൊക്കെയോ എതിര് നിൽക്കുന്നുണ്ട് എന്നല്ലേ തോന്നിപ്പോവുക? വാസ്തവത്തിൽ ഖാസിമി, താങ്കൾ മനസ്സിലാക്കണം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി ഈ ലോകത്തിനുണ്ടായ നേട്ടങ്ങളെ ആരാണിവിടെ വില കുറച്ച് കാണിക്കുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിൽ സന്തോഷിക്കാത്തവർ ആരാണ് ലോകത്തുള്ളത്? അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും അവിടുത്തെ കുറിച്ചുള്ള പ്രശംസകളും അവിടുത്തെ സന്ദേശത്തിന്റെ മേന്മകളുമൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാത്തവരായി വിശ്വാസികളിൽ ആരാണുള്ളത്? അതൊക്കെ പാടില്ല എന്ന് ആരെങ്കിലും എതിർക്കുന്നുണ്ടോ? വിഷയത്തിന്റെ മർമ്മം എവിടെയാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനിച്ച ആ ദിനം റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ ദിവസം പ്രത്യേകമായി ഒരു സന്തോഷ പ്രകടനവും അതുപോലെയുള്ള പല പ്രവർത്തനങ്ങളും ഒരാഘോഷമായി തന്നെ ആഘോഷിക്കുന്ന ഒരു രീതി, അതിന് എന്താണ് നമ്മുടെ മുമ്പിൽ പ്രമാണങ്ങൾ ഉള്ളത് എന്നുള്ളതല്ലേ ഇവിടെ തർക്ക വിഷയമുള്ളത്? അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ലോകത്തേക്ക് അവിടുന്ന് അള്ളാഹു നിയോഗിച്ചതിൽ സന്തോഷിക്കണോ സന്തോഷിക്കേണ്ടതില്ലയോ എന്നതിൽ ഇവിടെ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അങ്ങനെ ഒരു തർക്കം ഇവിടെ നിലവിലില്ലല്ലോ. ലോക മുസ്ലിമീങ്ങൾ എന്നെന്നും അവരുടെ ജീവനേക്കാൾ സ്നേഹിക്കാൻ കടപ്പെട്ടവരല്ലേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ജീവനേക്കാൾ, തന്നെ പോറ്റി വളർത്തി ഉണ്ടാക്കിയ മാതാപിതാക്കളെക്കാൾ, തന്റെ അരുമ സന്താനങ്ങളെക്കാൾ, അല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ മനസ്സിൽ കൊണ്ട് നടന്ന്, പേര് കേട്ടാൽ പോലും അവിടുത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവിടുത്തേക്ക് എതിരു പറയുന്ന ആളുകൾക്ക് പ്രമാണബദ്ധമായി മറുപടികൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സന്ദേശത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ ഇവിടെ വിശ്വാസികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലാർക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? അങ്ങനെ ഒരു സന്തോഷം ആരുടെയും മനസ്സിൽ ഇല്ല എന്ന് വ്യംഗ്യമായി സൂചിപ്പിക്കുന്ന തരത്തിൽ താങ്കളുടെ സംസാരത്തിൽ അങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? ഫലത്തിൽ അങ്ങനെ ഒരു ആശങ്ക ഇവിടെ ആരെക്കുറിച്ചും വേണ്ടതില്ല. എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിൽ സന്തോഷിക്കുന്നവർ തന്നെയാണ്. അവിടുത്തെ സന്ദേശങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നവരുമാണ്. എന്നാൽ താങ്കൾ തെളിവായിട്ട് പറയുന്നത് ഈ പ്രത്യേകമായ ഈ ആഘോഷത്തിന്റെ തെളിവായിക്കൊണ്ട് താങ്കൾ എങ്ങനെയും ആഘോഷിക്കാം, ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത നിലക്ക്, അനിസ്ലാമികമായ നിലക്കല്ലാതെ ഇസ്ലാമികമായ കാര്യങ്ങൾ ഏത് വിധത്തിലും ആഘോഷിക്കാം എന്നൊക്കെ താങ്കൾ സംസാരത്തിനിടയിൽ പറയുന്നുമുണ്ടല്ലോ. അതിനൊക്കെയുള്ള അമുസ്ലിമായ ഒരു വ്യക്തിക്ക് പോലും, ഒരു കാഫിറായ വ്യക്തിക്ക് പോലും പ്രവാചകന്റെ വരവിൽ ജനനത്തിൽ സന്തോഷിച്ചതുകൊണ്ട് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും തണുത്ത സ്വർഗീയമായ ജലം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന ഒരു സംഭവമാണ് താങ്കൾ കാര്യമായി താങ്കളുടെ സംസാരത്തിൽ തെളിവായി കുറെ നേരം
വിശദമായി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: അബൂലഹബ് ഇസ്ലാമിന്റെ കഠിനമായ ശത്രു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഠിനമായ ശത്രു. ആ അബൂലഹബ് പരിശുദ്ധ ഖുർആൻ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പേരെടുത്ത് ശാപം ചൊരിഞ്ഞ, ശപിച്ചു പറഞ്ഞിട്ടുള്ള ഏറ്റവും കഠിന ശത്രുവായ അബൂലഹബ്, ആ അബൂലഹബിന് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന വാർത്ത ആ അബൂലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ എന്ന് പറയുന്ന അടിമ സ്ത്രീ അബൂലഹബിനോട് വന്ന് പറഞ്ഞുവത്രേ, അബ്ദുള്ളക്ക് മുഹമ്മദ് എന്നൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ജനന വാർത്ത സുവൈബത്ത് അറിയിച്ചപ്പോൾ അബൂലഹബ് ആ കുഞ്ഞിന്റെ ജനന വാർത്ത കേട്ട് സന്തോഷിച്ചുകൊണ്ട് തന്റെ കീഴിൽ ഇതുവരെ അടിമയായി കഴിഞ്ഞിരുന്ന സുവൈബ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചു, സന്തോഷം പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ പുണ്യകർമ്മം അബൂലഹബ് ചെയ്തു. തീർന്നില്ല. എന്നിട്ടോ അബൂലഹബിന്റെ മരണശേഷം അബൂലഹബിന്റെ ബന്ധുക്കളിൽ ഒരാൾ സ്വപ്നം കണ്ടുവത്രേ. ആ സ്വപ്നം കണ്ടിട്ട് അബൂലഹബിനോട് ഈ സ്വപ്നം കണ്ടയാൾ ചോദിച്ചു പോലും, എന്താണ് താങ്കളുടെ പരലോക വിശേഷം? അപ്പോൾ അബൂലഹബ് പറഞ്ഞു, എനിക്ക് യാതൊരു വിധത്തിലുള്ള നന്മയും ഇവിടെ ലഭ്യമല്ല. എന്നാൽ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും സ്വർഗീയമായ കൂൾ ഡ്രിങ്ക്സ്, തണുത്ത ജലം എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനന വാർത്ത സുവൈബ എന്നെ അറിയിച്ചത് കാരണത്താൽ ആ സന്തോഷം കൊണ്ട്, അല്ലെങ്കിൽ അബ്ദുള്ളാക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത എന്നെ അറിയിച്ചത് കാരണത്താൽ, ഞാൻ സുവൈബ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണത്താൽ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും വിരലുകൾക്കിടയിലൂടെ സ്വർഗീയമായ തണുത്ത ജലം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട്, പ്രസംഗത്തിൽ 2 സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയപ്പെട്ട കാസിമി, താങ്കൾ വായിച്ചതിൽ അബദ്ധം സംഭവിച്ചതായിരിക്കാം. സഹീഹുൽ ബുഖാരിയിൽ അങ്ങനെയില്ല. താങ്കൾ 2 സ്ഥലത്ത് പറയുന്നുണ്ട്, ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള വിവരണം ബുഖാരിയിൽ ഇല്ല. ബുഖാരിയിൽ എന്താണുള്ളത് എന്ന് ഞാൻ വഴിയെ പറയുന്നുമുണ്ട്. എന്നിട്ട് ഇദ്ദേഹം സ്ഥാപിക്കുന്നത് ഇങ്ങനെ, കാഫിറായ ഖുർആൻ ആക്ഷേപിച്ചിട്ടുള്ള അബൂലഹബിന് പോലും പ്രവാചകന്റെ പിറവിയിൽ സന്തോഷിച്ചത് കാരണത്താൽ നബിയാണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല എന്ന്, എന്നിട്ടും അബ്ദുള്ളാക്കൊരു കുഞ്ഞു ജനിച്ചു എന്ന് പിൽക്കാലത്ത് നബിയായി തീർന്നിട്ടുള്ള ആ കുട്ടിയുടെ കാരണത്താൽ നബിയാണെന്നൊന്നും അറിയാതെ തന്നെ അബൂലഹബ് അന്ന് സന്തോഷിച്ച് സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും നരകാഗ്നിയിൽ വെച്ച് അബൂലഹബിന് ഇങ്ങനെ തണുത്ത സ്വർഗീയ ജലം കുടിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ മുസ്ലിമീങ്ങളായ തൗഹീദിന്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക? അതിന് തെളിവായിക്കൊണ്ട് അദ്ദേഹം ചില കവിതകളും ഉദ്ധരിക്കുന്നുണ്ട്. ആ കവിതയിൽ എന്താ പറയുന്നത്? ഇദാ കാന ഹാദാ കാഫിറൻ ജാഅദമഹു ബിതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈൻ ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ فما الظن بالعبد الذي كان عمره بأحمد مسرورا ومات موحدا. എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹം പറയുന്നത് എന്താ? ഒരു കാഫിറായ മനുഷ്യൻ അഥവാ അബൂലഹബിനെ പറ്റി ഖുർആനിൽ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, അബൂലഹബിന്റെ 2 കരങ്ങളും നശിച്ചു പോകട്ടെ, അവൻ തന്നെയും നശിച്ചിരിക്കുന്നു, തുലഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ ആക്ഷേപം പറഞ്ഞ്
നരകത്തിയിൽ ശാശ്വതനാണെന്ന് പറയപ്പെട്ട ആ അബൂലഹബിന്റെ കാര്യം പോലും അതാ അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫ അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. അഹ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ വരവിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇയാള് ആ വിഷയത്തിൽ സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന് പാനജലം കൊടുപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് കാര്യമെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അതായത് എങ്കിൽ നിന്റെ വിചാരം എന്താണ്? ഒരടിമയെ കുറിച്ച്. ആ അടിമ ജീവിതകാലം മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിൽ സന്തോഷിക്കുകയാണ്. അങ്ങനെ മുവഹിദായി കൊണ്ട് മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരടിമക്ക് നാളെ പരലോകത്ത് എത്രത്തോളം കണക്കല്ലാത്ത കൂലിയാണ് കിട്ടുക. അബൂലഹബിന് പോലും എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ കാഫിറായി മരണപ്പെട്ട് ഏറ്റവും എന്നെന്നും നരകത്തിൽ ശാശ്വതനായി കഴിയുമെന്ന് പറഞ്ഞിട്ടുള്ള അവന് പോലും എല്ലാ തിങ്കളാഴ്ചയും ഈ സന്തോഷ പ്രകടനത്താൽ ഇങ്ങനെ കിട്ടുമെങ്കിൽ മുവഹിദായി മരിച്ചു പോകുന്ന വിശ്വാസികളായ ആളുകൾക്ക്, എന്നെന്നും സന്തോഷിക്കുന്ന വിശ്വാസികൾക്ക് എത്രത്തോളം പ്രതിഫലമാണ് ലഭിക്കുക. അതുകൊണ്ട് പിന്നെ എന്തിനാണ് ചിലർ ഇക്കാര്യത്തെ എതിർക്കുന്നത്? പിന്നെ എന്തിനാണ് ചിലർ ഈ കാര്യത്തെ വിമർശിക്കാൻ നിൽക്കുന്നത്? ഇതാണ് ഖാസിമിയുടെ പ്രസംഗത്തിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ ശാന്തമായി അദ്ദേഹവും മനസ്സിലാക്കാനാണ് സൂചിപ്പിക്കുന്നത്, കേൾവിക്കാരും മനസ്സിലാക്കുക. ഇവിടെ എന്താണ് സംഭവം? ബുഖാരിയിൽ എന്താണ് വന്നത്? ബുഖാരിയിൽ വന്ന കാര്യം ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് ബുഖാരിയിൽ പറയുന്നത്? ബുഖാരിയിൽ ജന്മദിനാഘോഷമോ അതല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം. അതായത് മുലയൂട്ടിയ ബന്ധം, മുലകുടി ബന്ധത്താൽ ഏതെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ വിധിവിലക്കുകൾ ബാധകമാകുമെന്ന് ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് മുലയൂട്ടിയ ബന്ധത്തിലുള്ള ഒരു സഹോദരിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന കാര്യം പറയുന്ന മധ്യേ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഉർവത്ത് പറഞ്ഞു. ഖാല ഉർവ. ആരാണ് ഈ ഉർവ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉർവത്ത് എന്ന് പറയുന്നത് ഒരു താബിഈയാണ്. താബിഈ എന്ന് പറഞ്ഞാൽ ആരാണ്? സഹാബിയുമല്ല. സഹാബികളെ കണ്ടിട്ടുള്ള പിൽക്കാലത്തുള്ള ആളുകൾക്കാണ്, മുഅ്മിനുകൾക്കാണ് താബിഈ എന്ന് പറയുന്നത്. അപ്പൊ താബിഈയായ ഉർവത്ത് പറയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. നമ്മൾ മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് അല്ല. സഹാബിമാരാരെങ്കിലും പറഞ്ഞതും അല്ല. സഹാബിമാരുടെ ശേഷം അഥവാ സഹാബിയായിട്ട് അറിയപ്പെടാത്ത താബിഈങ്ങളായി അറിയപ്പെടുന്ന ഉർവ എന്ന് പറയുന്ന താബിഈ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ബുഖാരി ഉദ്ധരിക്കുകയാണ്. എന്താണ് ഉർവ പറഞ്ഞത്? വസുവൈബ. ഈ സുവൈബ എന്ന് പറഞ്ഞാൽ ആരാണ്? മൗലാത്തുൻ ലി അബീലഹബിൻ. അബൂലഹബിന്റെ അടിമ സ്ത്രീ ആയിരുന്നു ആര്? ഈ സുവൈബ. കാന അബൂലഹബ് അഅ്തഖഹ. അബൂലഹബ് അവളെ എന്ത് ചെയ്തു? മോചിപ്പിക്കുകയുണ്ടായി. അബൂലഹബ് അവളെ മോചിപ്പിക്കുകയുണ്ടായി, അഥവാ അവൾക്ക് സ്വാതന്ത്ര്യം നൽകി. ഫഅർളഅത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുലയൂട്ടുകയും ചെയ്തു. വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, ലമ്മാ മാത അബൂലഹബിൻ. അബൂലഹബ് മരണപ്പെട്ടപ്പോൾ ഉരിയഹു, സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു, ബഅ്ളു അഹ്ലിഹി, അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കളിൽ ഒരാൾക്ക് അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഏതവസ്ഥയിലാ കാണിക്കപ്പെട്ടത്? ബിശർരി ഹീബത്തിൻ, അതായത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ബന്ധുക്കളിൽ ഒരാൾ സ്വപ്നം കണ്ടത്. എന്നിട്ട് അദ്ദേഹത്തോട് ഈ ആള് ചോദിച്ചു, മാദാ ലഖീത, എന്താണിപ്പോൾ നിങ്ങളുടെ അവസ്ഥ? അപ്പൊ അബൂലഹബ് പറഞ്ഞു, ലം അൽഖ ബഅദകും, നിങ്ങൾക്ക് ശേഷം എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടില്ല, ഒരു സുഖം ഉണ്ടായിട്ടില്ല. ഗൈറ, ഏതല്ലാതെ, അന്നീ സുഖീതു ഫീ ഹാദിഹി, എന്റെ ഈ രണ്ട് വിരലുകൾക്കിടയിലൂടെ, എന്റെ വിരലുകൾക്കിടയിലൂടെ, ഇതാ ഈ വിരലിലൂടെ എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട്.
അന്നീ സുഖീതു ഫീ ഹാദിഹി, ഇതാ ഈ വിരലിലൂടെ എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ബി അതാഖതി സുവൈബ, സുവൈബത്തിനെ ഞാൻ മോചിപ്പിച്ചത് കാരണത്താൽ. ഇതാണ് ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് ബുഖാരിയിലെ ഹദീസ് ഒന്നുമല്ല. ഹദീസ് എന്ന് പറയണമെങ്കിൽ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത് മുഴുവൻ സത്യസന്ധമാണ് എന്ന് പറയുന്നത് ഏതിനെ കുറിച്ച് മാത്രമാണ്? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന കൃത്യമായ പരമ്പരയോടുകൂടിയുള്ള മുസ്നദായ അഥവാ കൃത്യമായ സനദുള്ള ശരിയായ നിലക്കുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടുള്ള വചനങ്ങൾ അതാണ് ആ നിലക്കുള്ള കാര്യങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ എന്ന നിലക്ക് സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായി തന്നെ സ്വീകരിക്കപ്പെടുന്നത്. അതല്ലാത്ത നിലക്ക് ഇതേപോലെയുള്ള ചില പരാമർശങ്ങൾ അതിൽ വന്നിട്ടുള്ളത്, അത് ബുഖാരിയിൽ വന്നത്, അതിൽ തന്നെയും ഖാസിമി താങ്കൾ സഹീഹുൽ ബുഖാരിയിൽ എന്ന് മനസ്സിലാക്കിയിടത്ത് താങ്കൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. 2 അബദ്ധങ്ങൾ താങ്കൾ മനസ്സിലാക്കിയതിലുണ്ട് എന്ന് വിനയത്തോടെ താങ്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഞാനിപ്പോൾ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചില്ലേ ബുഖാരിയിൽ പറഞ്ഞ ഈ കാര്യത്തിൽ? ഇതിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ആ വാർത്ത സുവൈബത്ത് അബൂലഹബിനോട് വന്ന് പറഞ്ഞ സന്തോഷത്താലാണ് ഇങ്ങനെ മോചിപ്പിച്ചത് എന്ന് ബുഖാരിയിൽ എവിടെ? ഖാസിമി ശ്രദ്ധിക്കണം. താങ്കൾ തെറ്റിദ്ധരിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം താങ്കളുടെ പല പ്രഭാഷണങ്ങളും ഈ ഉള്ളവൻ ശ്രവിക്കാറുണ്ട്. അങ്ങനെ വിശുദ്ധ ഖുർആനോ ഹദീസുകളോ അങ്ങനെ പച്ചയായി മറ്റു പലരും ദുർവ്യാഖ്യാനിക്കാറുള്ളത് പോലെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ശൈലി താങ്കളിൽ നിന്ന് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഉള്ളവൻ ശ്രവിച്ചിട്ടുള്ളയിടത്തോളം അങ്ങനെയൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് താങ്കളോട് വിനയത്തോടെ സ്നേഹപൂർവ്വം ആവശ്യപ്പെടുന്നത്. ബുഖാരിയിൽ ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിൽ 2 കാര്യങ്ങൾ ഇല്ല. ഒന്നാമതായി, സുവൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ അബ്ദുല്ലാഹ്ക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വന്ന് പറഞ്ഞ ആ കാരണത്താലാണ് സുവൈബയെ അബൂലഹബ് മോചിപ്പിച്ചത് എന്ന് ബുഖാരിയിൽ ഇല്ല. ഇനി രണ്ടാമത്തൊരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ പറഞ്ഞു എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് കുടിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിലൂടെ എന്ന് പറഞ്ഞു. ബുഖാരിയിൽ അങ്ങനെ ഒരു പരാമർശവും ഇല്ല. എല്ലാ തിങ്കളാഴ്ചയും എന്നെവിടെ? ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. എന്താണ് അബൂലഹബ് സ്വപ്നത്തിൽ തന്നെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? ആ വാചകം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കൂ. അബൂലഹബ് എന്താ പറഞ്ഞത്? ലമ്മൽ ഖബഅദകും, ഞാൻ നിങ്ങൾക്ക് ശേഷം ഒരു ഗുണവും ഇവിടെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഗൈറ അന്നീ സുഖീതു ഫീ ഹാദിഹി, ഈ വിരലിലൂടെ ഞാൻ കുടിപ്പിക്കപ്പെടുന്നുണ്ട്. ബിഅതാഖതി സുവൈബ, സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ. അപ്പൊ സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ എന്നല്ലാതെ സുവൈബ അബ്ദുല്ലാഹ്ക്ക് ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് എന്ന സുവിശേഷം വന്ന് പറഞ്ഞ് അതിൽ ആ ജനനത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയതിന്റെ കാരണത്താലാണ് മോചിപ്പിച്ചത് എന്ന് ബുഖാരിയിൽ ഇല്ല. 2, എല്ലാ തിങ്കളാഴ്ചയും എനിക്കിങ്ങനെ ഇതിലൂടെ കുടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും ബുഖാരിയിൽ ഇല്ല. അതുകൊണ്ട് അത് 2ഉം താങ്കൾ തിരുത്തണം. ബുഖാരിയിൽ അങ്ങനെ ഇല്ല. അത് കൃത്യമായി താങ്കൾ മനസ്സിലാക്കണം. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ബുഖാരിയിലുള്ളത് ഇപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉർവയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉർവ താബിഈയാണ്. ഒന്നാമതായി എനിക്ക് താങ്കളോട് സൂചിപ്പിക്കുവാനുള്ളത്, ഈ സംഭവം ഈ കാര്യത്തിന് തെളിവേ അല്ല. ഇതിന് തെളിവായി ഉദ്ധരിക്കാനും പാടില്ല. കാരണം ഈ റിപ്പോർട്ട്, ഈ സംഭവം, ഇത് സ്വീകാര്യതയുടെ ഗണത്തിൽപ്പെടുന്ന സംഭവമേ അല്ല. ഇത് തള്ളപ്പെടേണ്ട സംഭവമാണ്. എന്താണ് കാരണം? ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മർദൂദായ ഹദീസുകളുടെ ഇനങ്ങളിൽ എണ്ണിയിട്ടുള്ള ഒരു ഇനമാണ് മുർസലായ ഹദീസ്. എന്താ മുർസലായ ഹദീസ് എന്ന് പറഞ്ഞാൽ?
താബിഇയാണ് ഉദ്ധരിക്കുന്നത്. താബിഇ ആരിൽ നിന്ന് കേട്ടു എന്ന് പറയുന്നില്ല. താബിഇ ഇത് സഹാബിയിൽ നിന്ന് കേൾക്കണ്ടേ? ഏത് സഹാബിയിൽ നിന്ന് കേട്ടു എന്ന് ഉർവത്ത് എന്ന താബിഇ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പ്രവാചകനിലേക്കോ അതല്ലെങ്കിൽ കൃത്യമായ നിലയ്ക്ക് ഒരു സ്വീകാര്യതയുടെ പദവിയിലേക്ക് എത്തുന്ന ഒരു സനദ് ഇതിനില്ല. ഇനി അങ്ങനെ സനദ്, അതുകൊണ്ട് തന്നെ ഈ ഹദീസ്, ഈ സംഭവം തള്ളപ്പെടേണ്ട സംഭവമാണ്. ഇത് ഒരിക്കലും തെളിവിന് കൊള്ളാവുന്ന കാര്യമല്ല. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ നമ്മൾക്കിതിൽ വേറെ യാതൊന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടില്ല. നല്ലൊരു സഹാബി പറഞ്ഞു അള്ളാന്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടു എന്ന്, ആ നിലക്കും ഇല്ല. പിന്നെ പറയുന്നത് താബിഇയായ ഉർവയാണ്. ഉർവ ആരിൽ നിന്ന് കേട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് മുർസലായ ഹദീസിന്റെ ഇനത്തിൽ പെടുന്നു. അതുകൊണ്ട് ഈ ഹദീസ് തള്ളപ്പെടേണ്ടതാണ്. ഒന്നാമതായി അപ്പോൾ ഇതിന് നിലനിൽപ്പില്ല. പിന്നെ ഈ ഒരു നിലനിൽപ്പില്ലാത്ത സംഗതി തെളിവുദ്ധരിച്ചുകൊണ്ട് താങ്കൾ കവിതകൾ ആലപിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? പ്രിയപ്പെട്ട കാസിമി, നിങ്ങളത് മനസ്സിലാക്കണം. ഇത് തെളിവിന് കൊള്ളുകയില്ല. ഇനി ഇത് നമ്മൾ സങ്കല്പിക്കുക, എന്ത് ഇതിന് സനദൊക്കെയുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ തെളിവിന് കൊള്ളുന്ന ഒന്നുമില്ല. കാരണം ഇതൊരു സ്വപ്നകഥയാണ്. ഇതൊരു സ്വപ്നത്തിന്റെ കഥയാണ്. എന്താ ഇതിൽ പറയുന്നത്? അബൂലഹബ് മരണപ്പെട്ടതിന്റെ ശേഷം കുറെ കാലത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ ആരോ ഒരാൾ ഒരു കിനാവ് കണ്ടു. കിനാവ് സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്താണ്? അബൂലഹബിനെ കണ്ടിട്ട് അബൂലഹബിനോട് ഇങ്ങനെ ചോദിക്കാണ്. അപ്പൊ അബൂലഹബ പറഞ്ഞു കൊടുക്കുന്നത് എന്ത്? എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും, അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കുടിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ സുവൈബയെ മോചിപ്പിച്ചത് കാരണത്താൽ എന്ന്. അതെങ്ങനെ ഇസ്ലാമിൽ പ്രമാണമാകും? സ്വപ്നം ഇസ്ലാമിൽ തെളിവാകുമോ? അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളവരെ ഈ സംഭവം പറഞ്ഞിടത്ത് പറഞ്ഞു, ഇത് മുർസലായ ഹദീസാണ്, ഇത് തെളിവിന് കൊള്ളുകയില്ല. രണ്ടാമത് അദ്ദേഹം പറയാണ്, ഇനി ലൗകാന മൗസൂലൻ ലാ ഹുജ്ജത ഫീഹി, ഇനി ഇത് ഈ നിലക്കൊക്കെ സനദ് കുഴപ്പമില്ലാന്ന് വന്നാൽ തന്നെയും അതിലൊരു തെളിവിനും ഇത് കൊള്ളുകയില്ല. ഇതിലൊരു തെളിവുമില്ല. കാരണം ഇതുകൊണ്ട് തെളിവ് പിടിക്കാൻ പറ്റൂല. എന്താ കാരണം? ലിഅന്നഹു റുഇയാ മനാം, ഇത് ഉറക്കൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമാണ്. സ്വപ്നം മാത്രമാണ്. ഇനി ആരാ സ്വപ്നം കണ്ടത്? സ്വപ്നം കണ്ട ആളില്ല. ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തു, അതായത് ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് കണ്ടത്. ഞാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് കണ്ടത് എന്ന് വെക്കുക. എന്നാൽ തന്നെയും ഇത് ഒരു സ്വപ്നത്തിൽ ഒരാൾ കണ്ടു. ആരാ സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്? അബൂലഹബ്. അബൂലഹബിന് ഇങ്ങനെ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ ഇളവ് കിട്ടുന്നുണ്ട് എന്ന് അബൂലഹബാണ് പറയുന്നത്. ശരി, എങ്കിൽ ആ ആനുകൂല്യം അബൂലഹബിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ഇസ്ലാമിൽ രേഖ എവിടെ? അബൂലഹബിന്റെ വാക്ക് മുസ്ലിമീങ്ങൾക്ക് തെളിവാണോ? അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാണോ ഇസ്ലാമിലെ തെളിവ്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇസ്ലാമിൽ സ്വപ്നം തെളിവാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നമല്ലേ? അല്ലെങ്കിൽ പ്രവാചകന്മാര് അംഗീകാരം കൊടുത്തിട്ടുള്ള സ്വപ്നമല്ലാത്ത വല്ലതും ഇസ്ലാമിൽ തെളിവായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അള്ളാന്റെ റസൂല് പോലും ഇന്നൊരാളോട് വന്നിട്ട് സ്വപ്നത്തിൽ പറയാണ്. നമ്മൾ സങ്കല്പിക്കുക, എന്ത്? ഇതാ ഇന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്കിതാ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, നാളെ മുതൽ നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുക. ഒരു കർമ്മശാസ്ത്രപരമായ ഒരു ഫിഖ്ഹിന്റെ മസ്അലയാണെന്ന് കൂട്ടിക്കോളൂ, ഒരു കർമ്മപരമായ ഒരു കാര്യമാണെന്ന് കൂട്ടിക്കോളൂ. ഉദാഹരണം, സുബഹിക്ക് 2 റക്അത്ത് നിസ്കാരാണ് നമ്മൾ നിസ്കരിക്കുന്നത്. നാളെ മുതൽ താങ്കൾ 3 റക്അത്ത് നിസ്കരിച്ചോളൂ എന്ന് റസൂലുള്ള സ്വപ്നത്തിൽ വന്നിട്ട് ഒരാളോട് പറഞ്ഞാൽ എന്താ ഇതിന്റെ വിധി? ഒരു കർമ്മശാസ്ത്രപരമായ കാര്യത്തിൽ പോലും ഒരു സ്വപ്നം രേഖയായി ഉദ്ധരിക്കാൻ പാടില്ല. അത് തെളിവല്ല. എങ്കിൽ പിന്നെ അഖീദയുടെ വിഷയം എത്രത്തോളം ഗൗരവമാണ്? എന്നിട്ടാണോ ഒരു അബൂലഹബിന് നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയാൻ എന്ത് രേഖയാണ് നമ്മുടെ കയ്യിലുള്ളത്? അബൂലഹബിന്റെ തൊള്ളയല്ലാതെ അബൂലഹബ് സ്വപ്നത്തിൽ പറഞ്ഞതാണോ തെളിവ്? മുസ്ലിമീങ്ങൾക്കത് തെളിവല്ല. എന്തേ കാരണം? അള്ളാഹു അത്രത്തോളം അതിശക്തമായി ആക്ഷേപിച്ച വ്യക്തിയാണ് അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്
മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. വിശദീകരിക്കേണ്ടതില്ല, അല്ലാഹു കൃത്യമായി തന്നെ പറയുന്നുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചു പോകട്ടെ, അബൂലഹബിന്റെ ഇരു കൈകളും തുലഞ്ഞു പോകട്ടെ. അല്ല നശിക്കട്ടെ എന്ന് പറഞ്ഞ രണ്ട് കൈ, ആ കൈയിന്റെ വിരലിന്റെ ഉള്ളിൽ കൂടെ എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് തണുത്ത ഡ്രിങ്ക്സ് വെള്ളം കിട്ടുന്നുണ്ട് എന്ന് അബൂലഹബ് വന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കണമെന്നോ? അല്ല പറയാ അവന്റെ ഇരു കൈകളും തൊലഞ്ഞു, അല്ല നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ അക്കൈയിന്റെ വിരലിന്റെ ഉള്ളിൽ കൂടി അവന് വെള്ളം കിട്ടുമെന്ന് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അതൊന്നുകിൽ അല്ല പറഞ്ഞു തരണം, അല്ലെങ്കിൽ അള്ളാന്റെ വഹയി കിട്ടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ സ്വീകരിക്കാം, അങ്ങനെയുണ്ടെങ്കിൽ സ്വീകരിക്കാം. പക്ഷേ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എന്താ പ്രമാണം? അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് ഏതോ ഒരാളോട് പറഞ്ഞത് അത് തെളിവാണോ? അത് തെളിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കവിതയുണ്ടാക്കാൻ പറ്റുമോ? എന്താ കവിതയിൽ പാടിയത്? അബൂലഹബിന് ഇങ്ങനെ കിട്ടുമെങ്കിൽ ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ. അബൂലഹബിന് ഇങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും കിട്ടുന്നുവെങ്കിൽ കൊല്ലം മുഴുവനും ജീവിതം മുഴുവനും വിശ്വാസിയായി ജീവിച്ചു മരിച്ചുപോയ വിശ്വാസികൾക്ക് എത്രത്തോളം കിട്ടും? ആ തത്വം നിങ്ങൾ ഉണ്ടാക്കിയത് ഏത് കഥയിൽ നിന്നാണ്? ഈ സ്വപ്ന കഥയിൽ നിന്നാണ്. ഇതെങ്ങനെ രേഖയാക്കാൻ പറ്റും? താങ്കൾ കിതാബോധിയ ആളല്ലേ? താങ്കൾ പറയൂ, ഇസ്ലാമികമായി ഒരു കർമ്മശാസ്ത്ര മസ്അല പോലും സ്വപ്നം കൊണ്ട് തെളിയിക്കപ്പെടാൻ തെളിവായി ഉദ്ധരിച്ച് സ്ഥാപിക്കാൻ പറ്റുമോ? താങ്കൾ മറുപടി പറയൂ. കർമ്മം പോകട്ടെ, വിശ്വാസകാര്യത്തിന് ഇത് പറ്റുമോ? പറ്റില്ല. കാരണം ഇത് അള്ളാന്റെ ഖുർആനിനെതിരാണ്. അല്ല ഖുർആനിൽ ആക്ഷേപിച്ചു പറഞ്ഞയാളാണത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിലെ വേറെയും ആയത്ത് നോക്കൂ നിങ്ങൾ. ഒരുപാട് ആയത്തുകളിൽ ഇതിനൊക്കെ തെളിവുകളുണ്ട്. നിങ്ങൾ നോക്കൂ, താങ്കളെ ഞാൻ കേൾപ്പിക്കുന്നു. സൂറത്തു ഫാത്തിറിലെ 36-ാമത്തെ സൂക്തം. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നമ ലാ യുഖ്ദാ അലൈഹിം ഫയമൂതു വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ. അവിശ്വാസികളായ ആളുകൾ, അവർക്ക് നരകം ശാശ്വതമാണ്, അവർക്കതിൽ മരണമേ ഇല്ല, അവർക്ക് ആ ശിക്ഷയില്ലെന്ന് അല്പം പോലും അവർക്കൊരു ഇളവും നൽകപ്പെടുന്നതല്ല. മാത്രമല്ല സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്തും വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവർ ചെയ്തിട്ടുള്ള മുഴുവൻ കർമ്മങ്ങളെയും പരലോകത്തവർക്ക് അതുകൊണ്ട് ഒരു പ്രതിഫലവും ലഭിക്കാറില്ല, അവയെല്ലാം ധൂളികളായി നാം പറത്തിവിടുന്നതാണ് എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല ഒരിക്കൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട്. അയാൾ ജാഹിലിയ്യ കാലത്ത് അയാൾ കുടുംബ ബന്ധമൊക്കെ നന്നായി ചേർത്തിരുന്നയാളാണ്. ഒരുപാട് ആളുകൾക്ക് ധാരാളമായി ഭക്ഷണമുണ്ടാക്കി അന്നദാനം നടത്തിയിരുന്ന ഒരാളാണ്. അയാൾക്ക് അയാളുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് പരലോകത്ത് വല്ല പ്രതിഫലവും കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞതെന്താണ്? അയാൾക്ക് ഒരു ഉപകാരവും അത് കിട്ടൂല. എന്താ കാരണം? ശ്രദ്ധിക്ക്. ഇന്നഹു ലം യഖുൽ യൗമൻ, അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പോലും അയാൾ പറഞ്ഞിട്ടില്ല. എന്തു പറഞ്ഞിട്ടില്ല? റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, എന്റെ റബ്ബേ, എന്റെ പാപങ്ങൾ അന്ത്യനാളിൽ നീ പുറത്തു തരണമേ എന്ന് ഒരിക്കൽ പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിശ്വാസം ശരിയാവാത്ത വ്യക്തിയാണ്. അയാളുടെ മറ്റു കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വിലയില്ല. അപ്പൊ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇതല്ലേ പഠിപ്പിക്കുന്നത്? എങ്കിൽ പിന്നെ അള്ളാന്റെ റസൂല് നമുക്ക് ചില കേസുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഥവാ അബൂ താലിബ് കാഫിറായി തന്നെയാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിലും
അബൂ താലിബിന് നരകത്തിൽ അതാ അവന് ശിക്ഷയിൽ ചില ഇളവുകളുണ്ട്. അഥവാ ഏറ്റവും താഴ്ന്ന ശിക്ഷ നരകത്തിയിൽ അനുഭവിക്കപ്പെടുന്നത് അവന്റെ കാലിൽ നരകാഗ്നി കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ചെരുപ്പണിയിക്കപ്പെടും. അതുകൊണ്ട് അവന്റെ തലച്ചോറ് മുഴുവനും തിളച്ചു മറിയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിനെ കുറിച്ച് ആ ഇളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ ആ കൃത്യമായ വഹ്യ് അല്ലാഹു റസൂലിന് നൽകിയ അതേപോലെ തന്നെ വഹ്യായിട്ട് അറിയിച്ചു കൊടുത്ത ഹദീസിൽ സ്ഥിരപ്പെട്ടത് കൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. ഒരു തകരാറുമില്ല. അതേ അവസരത്തിൽ അള്ളാഹു ആക്ഷേപിച്ച് പേരെടുത്ത് പറഞ്ഞു, താങ്കൾ തന്നെ പറഞ്ഞില്ലേ പേരെടുത്ത് ഇതുപോലെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പേരെടുത്ത് പറഞ്ഞ അബൂലഹബിനെ ഇങ്ങനെ ഇത് കാരണത്താൽ അവൻ ഇങ്ങനെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ ഈ സ്വപ്നക്കഥയെ എങ്ങനെ തെളിവാക്കാൻ പറ്റും? അള്ളാഹിന്റെ ആയത്തുകളെ ഗണ്ണിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ ഗണ്ണിക്കാൻ അബൂലഹബ് വിളിച്ചു പറഞ്ഞ ഈ സ്വപ്നക്കഥ മതിയോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഏതൊരു തെളിവിന്മേലാണോ താങ്കളുടെ പ്രസംഗത്തിൽ താങ്കൾ ഇതിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ഈ സംഭവം കൊണ്ടുവന്നത്, ആ സംഭവം തന്നെ ഒരിക്കലും ശരിയല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇനി തന്നെയുമല്ല, ഒരു കാര്യം കൂടി താങ്കളോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്കൾ മനസ്സിലാക്കണം, ഈ കാര്യം തന്നെ ഇനി സുവൈബയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, സുവൈബയെ മോചിപ്പിച്ചത് തന്നെയും അബൂലഹബ് എപ്പോഴാണെന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. നബി ജനിച്ച സന്തോഷത്തിലൊന്നുമല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷത്തിലൊന്നൊന്നുമല്ല. മറ്റു പല ചരിത്രകാരന്മാരും അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ അൽ ഇസാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം പോലും രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്താ? ഈ സുവൈബ ആരായിരുന്നു? അബൂലഹബിന്റെ കീഴിലെ ഒരു അടിമ സ്ത്രീയായിരുന്നു. അങ്ങനെ ഖദീജ റളിയല്ലാഹു തആല അൻഹ പോലും പലപ്പോഴും സുവൈബയെ മോചിപ്പിച്ചു തരുമോ, ഞാൻ വലിയ വില തരാം എന്ന് അബൂലഹബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നിട്ട് അബൂലഹബ് അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എത്രയോ ശേഷം അള്ളാന്റെ റസൂൽ ഹിജറ പോയി എന്നറിഞ്ഞപ്പോഴാണ് സുവൈബയെ മോചിപ്പിച്ചത്. അള്ളാന്റെ റസൂലിന്റെ ശല്യം മക്കയിൽ നിന്ന് ഒഴിവായി എന്നറിഞ്ഞപ്പോ, ഹിജറ പോയി മുഹമ്മദ് ഇവിടുന്ന് നാട് വിട്ടു എന്നറിഞ്ഞപ്പോ സുവൈബയെ മോചിപ്പിച്ചു എന്നാണ് ചരിത്രകാരന്മാര് പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനത്തെ അബൂലഹബിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഈ ജന്മത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയിട്ട് മോചിപ്പിച്ചത് കാരണത്താൽ എന്ന്. അപ്പോൾ ചരിത്രപരമായി ആ കാര്യത്തിനും പിൻബലം ഇല്ല. ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ കൃത്യമാണ്. താങ്കൾ ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു സംഭവമുണ്ടല്ലോ, ഇത് ആ ഒരു ദിവസം പ്രത്യേകം ഇന്ന് ആഘോഷിക്കുന്നതിനൊരിക്കലും തെളിവല്ല. താങ്കൾ വസ്തുതകൾ മനസ്സിലാക്കണം. ഈ ശ്രോതാക്കളും ഈ കാര്യം മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ കൊടിയ ശത്രു അബൂലഹബ് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണിപ്പോ, ഒരു കാര്യവും തെളിവ് പറയാനില്ലാഞ്ഞിട്ട് ഇപ്പൊ തെളിവായിട്ട് പലരും കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൃത്യമായി എന്താണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുക, സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കുക. ഒന്നുകൂടി ആവർത്തിക്കുന്നു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് സർവ്വസമയങ്ങളിലും സന്തോഷിക്കുന്നവരാണ് വിശ്വാസികൾ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നെഞ്ചേറ്റുന്നവരാണ് വിശ്വാസികൾ. അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല, സഹാബിമാർക്ക് പരിചയമില്ല. ഇതുദ്ധരിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കണം, അങ്ങനെ കൃത്യവും വ്യക്തവുമായ നിലക്ക് പിന്നെ ഏത് കാലത്താണ് ഇതിന്റെ ഉത്ഭവം എന്നുള്ളതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായി തന്നെ അതൊക്കെ ധാരാളമായി കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകളാണ്. ഈ ഒരു കാര്യം എന്താണ് അബൂലഹബിന്റെ സംഭവം എന്ന് ശ്രോതാക്കൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കുവാനും അത് സ്വീകരിക്കുവാനും അസത്യങ്ങളെ അസത്യങ്ങളായി കണ്ട് തന്നെ അതിനെ തിരസ്കരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മെ ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അവസരങ്ങളിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള സന്തോഷം മനസ്സിൽ കൊണ്ടു നടക്കുകയും സ്വന്തം ജീവനേക്കാളും എല്ലാവരേക്കാളും അവിടുത്തോടുള്ള സ്നേഹം നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ പിൻപറ്റി അവിടുത്തേക്കെതിരെ ശബ്ദിക്കുന്നവർക്കെതിരെ ജീവനുള്ള കാലത്തോളം അവർക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ടും
പ്രവാചകനെ സ്നേഹിച്ച് അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രീഭൂതരാകുവാൻ നാം ഓരോരുത്തരും അധ്വാനിക്കുക, പരിശ്രമിക്കുക. സർവശക്തനായ റബ്ബ് നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.